നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. പശ്ചിമേഷ്യ കടുത്ത യുദ്ധത്തിലേക്ക്. ഇറാനിൽ അമേരിക്കയുടെ ശക്തമായ വ്യോമാക്രമണം. ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ചെന്നും അമേരിക്കൻ സൈനികരെ വധിച്ചെന്നും ഇറാൻ. അമേരിക്ക പിന്മാറാതെ ഹോർമുസ് തുറക്കില്ലെന്നും മുന്നറിയിപ്പ്. ഹോർമുസ് വഴി കടന്നുപോകുന്ന എല്ലാ ചരക്കുകപ്പലുകൾക്കും 20% നികുതി ചുമത്തി അമേരിക്ക. റഷ്യയുടെ അതീവ സുരക്ഷാ വിമാനം ടെഹ്റാനിൽ. നിയമന തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത്. ചെയർമാനുമായി IG കൂടിക്കാഴ്ച നടത്തി. അന്വേഷണവുമായി സഹകരിക്കുമെന്നും ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറുമെന്നും PSC. കോവിഡ് പ്രതിരോധ പദ്ധതിയിൽ വ്യാപക ക്രമക്കേടെന്ന റിപ്പോർട്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ നടപടിക്ക് ശുപാർശ. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ആരോപണം തള്ളി ഡോക്ടർ അഷീൽ. തിരുവിതാംകൂർ ദേവസ്വം നിയമനങ്ങളിൽ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് മന്ത്രി K. മുരളീധരൻ. പാർട്ടി സംഘടനാ തലത്തിൽ ദുർബലമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. വീഴ്ചകൾ പരിഹരിക്കാൻ പ്രാദേശിക തലത്തിൽ ക്ലാസുകൾ സജീവമാക്കാൻ നിർദ്ദേശം. കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെ 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ തെറ്റുതിരുത്തൽ നടപടിക്ക് ശുപാർശ. സംസ്ഥാന സെക്രട്ടറി സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും വിലയിരുത്തൽ. G. സുധാകരനെതിരെ വീണ്ടും CPM പ്രവർത്തകർ. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചതിൽ ADGP MR അജിത് കുമാറിന് പങ്കുണ്ടെന്ന് DGP. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. മർദ്ദിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അജിത് കുമാർ നിരന്തരം സംസാരിച്ചെന്ന് കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് നിർണായകം. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ. നാളെ രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. സൗകര്യമൊരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംസ്ഥാനത്ത് ആദ്യം. ലോർഡ്സിൽ ഇന്ത്യൻ വനിതകൾക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെ 270 റൺസിന് തോൽപ്പിച്ചു. ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ വനിതയെന്ന നേട്ടവുമായി യാത്സിക ഭാട്ടിയ. ലോകകപ്പ് ഫുട്ബോളിൽ സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. മത്സരം രാത്രി 12:30 മുതൽ. മറ്റന്നാൾ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ശക്തമാകുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വ്യോമാക്രമണങ്ങൾ അതിരൂക്ഷമാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് അമേരിക്കയും, എന്നാൽ നിയന്ത്രണം US വിട്ടുകൊടുക്കില്ലെന്ന് ഇറാനും വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത അമേരിക്കയും തിരിച്ചടിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US-ഉം ഇറാനും തമ്മിൽ നടത്തുന്ന പോരാട്ടം പശ്ചിമേഷ്യയെ കടുത്ത യുദ്ധഭീതിയിലേക്കാണ് തള്ളിവിടുന്നത്. ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളും ഒമാനിലെ റഡാർ സംവിധാനങ്ങളും ജോർദാനിലെ പ്രിൻസ് ഹസൻ എയർബേസിലെ ഇന്ധന ആയുധ സംഭരണശാലകളും തകർത്തതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെട്ടു. എന്നാൽ ഇറാന് ശക്തമായ മറുപടിയാണ് നൽകുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. നമ്മൾ അവരെ തല്ലിച്ചതയ്ക്കുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ലോകത്തിന്റെ കാവൽമാലാഖയായി US മാറുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ കേന്ദ്രങ്ങളും US സൈന്യം തകർത്തതായാണ് പെന്റഗൺ നൽകുന്ന വിവരം. ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക വീണ്ടും നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുമെന്നും, എന്നാൽ ഇറാനിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്ക് മാത്രമായിരിക്കും ഈ ഉപരോധമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ കപ്പൽപാതയുടെ സുരക്ഷാ ചുമതല ഇനി മുതൽ അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനായി ഇതുവഴി കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും 20% നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. അതിനിടെ കടലിടുക്കിലൂടെ നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തു. ലോകത്തെ 5-1 ഊർജ്ജ വിഭവങ്ങൾ കടന്നുപോകുന്ന പാത അടഞ്ഞതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ ആശങ്കയിലാണ്. സംഘർഷങ്ങൾക്കിടെ റഷ്യയുടെ അതീവ സുരക്ഷയുള്ള വിമാനം ടെഹ്റാനിലെത്തി. റഷ്യയുടെ ആകാശത്തെ കൺട്രോൾ റൂം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിമാനമാണ് ഇറാൻ തലസ്ഥാനത്ത് ലാൻഡ് ചെയ്തതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ വ്യക്തമാക്കുന്നു. റഷ്യയുടെ ഡൂംസ്ഡേ വിമാനങ്ങൾക്ക് സമാനമായ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണിത്. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് റഷ്യൻ വിമാനത്തിന്റെ ഈ അപ്രതീക്ഷിത വരവ്. മേഖലയിൽ സംഘർഷം പുകയുമ്പോഴും യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സഹായവുമായി യൂറോപ്യൻ യൂണിയൻ
യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ടീം ഗാസ പദ്ധതിയിലൂടെ $100 കോടി അടിയന്തര സഹായം കൈമാറുമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി കാജ കലാസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇറാഖിലെ ബസ്രയിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റ് കോൺസുലേറ്റിന് നേരെ ആവർത്തിച്ചു നടക്കുന്ന ആക്രമണങ്ങളെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. ആക്രമണങ്ങൾ തടയാൻ ഇറാഖ് സർക്കാർ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിച്ച മന്ത്രാലയം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായവരെ എത്രയും വേഗം കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കുവൈറ്റിന്റെ വടക്കൻ മേഖലയിലെ 3 കര അതിർത്തി ചെക്ക് പോസ്റ്റുകളും കുവൈറ്റ് ഓയിൽ കമ്പനി നിയന്ത്രിക്കുന്ന കടലിലെ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമും ഇറാന്റെ ആക്രമണത്തിന് ഇരയായതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. ഇന്ന് നടന്ന ആക്രമണത്തിൽ നാശനഷ്ടത്തോടൊപ്പം ഒരു തൊഴിലാളിക്ക് പരിക്കേറ്റതായും അധികൃതർ വ്യക്തമാക്കി. അതിർത്തി ചെക്ക് പോസ്റ്റുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ വഞ്ചനാപരമായ ആക്രമണമെന്നാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സൗദ് അബ്ദുൾ അസീസ് അൽ അത്വാൻ വിശേഷിപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും അടിയന്തര നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. PSC നിയമന വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് PSC. ചട്ടപ്രകാരം നൽകാൻ കഴിയുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറാനും ഇന്ന് ചേർന്ന PSC യോഗം തീരുമാനിച്ചു. അതേസമയം IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം PSCയിൽ എത്തി. PSCയിലെ പരീക്ഷയും നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. അന്വേഷണ സംഘത്തിന് ആവശ്യമായ രേഖകൾ PSCയിൽ നിന്ന് നൽകാൻ തയ്യാറാണെന്ന് PSC യോഗം തീരുമാനിച്ചു. രേഖകൾ കൈമാറുന്നതിൽ അംഗങ്ങൾക്കിടയിൽ വിരുദ്ധാഭിപ്രായം നിലനിന്ന സാഹചര്യത്തിലാണ് നിയമവശം പരിശോധിച്ച് യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ ലഭിച്ചാലുടൻ ചട്ടപ്രകാരം നൽകാൻ കഴിയുന്ന എല്ലാ രേഖകളും നൽകും. PSCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഭ്യന്തര വിജിലൻസ് അന്വേഷണവും തുടരും. രേഖകളും പരാതിക്കാരുടെ മൊഴിയും പരിശോധിച്ച ശേഷം FIR രജിസ്റ്റർ ചെയ്യാനാണ് SIT തീരുമാനം. ഇതുപ്രകാരം മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ട് 25-ന് DGPക്ക് കൈമാറും. PSC ഇൻഫർമേഷൻ ഓഫീസർ, ആസൂത്രണ ബോർഡ് ചീഫ് ഓഫീസർ, KAS പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നതായാണ് പരാതി. ADGP H വെങ്കടേശനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോവിഡ് കാലത്തെ ബ്രേക്ക് ദി ചെയിൻ പദ്ധതിയിൽ സാമ്പത്തിക ക്രമക്കേടും വീഴ്ചയും കണ്ടെത്തി റിപ്പോർട്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ നടപടിക്ക് ശുപാർശ. അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. എന്നാൽ മുൻ സർക്കാരിന്റെ അറിവോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കിയതെന്നും AGയുടെ റിപ്പോർട്ട് തള്ളണമെന്നും ആവശ്യപ്പെട്ട് മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്ത് നൽകി. കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ ബ്രേക്ക് ദി ചെയിൻ പദ്ധതി നടപ്പാക്കിയത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതിക്കായി 4.89 കോടി രൂപയാണ് ചെലവാക്കിയത്. എന്നാൽ ഈ പദ്ധതിയുടെ ഭാഗമായി നടന്ന പല പർച്ചേസുകളിലും വൻ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ടെൻഡർ നടപടികൾ പാലിക്കാതെയാണ് പല പർച്ചേസുകളും നടന്നിരിക്കുന്നത്. ഉപകരണങ്ങൾ വാങ്ങിയതിൽ പലതിലും കണക്കുകൾ വ്യക്തമല്ല. ബില്ലുകളിലും വൗച്ചറുകളിലും വ്യക്തതയില്ല. സാനിറ്റൈസർ ഉത്പാദനത്തിന് സർക്കാർ അനുമതി ഉണ്ടായിരുന്നില്ല. ജയിൽ വകുപ്പിന് ലൈസൻസ് ഇല്ലാതെയാണ് ഉൽപാദന അനുമതി നൽകിയത്. ഇതടക്കമുള്ള നിരവധി ക്രമക്കേടുകളാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലിലുള്ളത്. വീഡിയോ കോൺഫറൻസ് മുറിയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നു. പദ്ധതിയുടെ നടത്തിപ്പിന് സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിയിരുന്നില്ല തുടങ്ങിയ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. AGയുടെ റിപ്പോർട്ടിന്മേൽ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായും 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ അറിയിച്ചു. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തെ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടിയതിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ 3 IAS ഉദ്യോഗസ്ഥന്മാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത്, അഡീഷണൽ ഹെൽത്ത് സെക്രട്ടറി, NHMന്റെ ഡയറക്ടർ, DME, DHS ഇവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ 2 ആഴ്ചയ്ക്കും റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ AGയുടെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളി ഡോക്ടർ മുഹമ്മദ് അഷീൽ രംഗത്ത് വന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുൻ സർക്കാരിന് അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നും മുഹമ്മദ് അഷീൽ വാദിക്കുന്നു. AGയുടെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് അഷീൽ ധനകാര്യ വകുപ്പിന് കത്തയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തിരുവിതാംകൂർ ദേവസ്വം നിയമനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് മന്ത്രി കെ മുരളീധരൻ. താഴമൺ തന്ത്രി സംശയത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തന്ത്രിസ്ഥാനത്ത് നിന്ന് താഴമൺ കുടുംബം സ്വയം ഒഴിവാകണമെന്നും അല്ലെങ്കിൽ അവരെ മാറ്റണമെന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണനും നിലപാട് വ്യക്തമാക്കി. ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിലെ തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും പകരം മകന് തന്ത്രിസ്ഥാനം നൽകണമെന്നും ആവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ ഉൾപ്പെടെ സർക്കാരിന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും നിയമനങ്ങളിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല തന്ത്രി സംശയത്തിന് നിഴലിലാണ്. പൂജയ്ക്ക് തന്ത്രിയെ വെക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് ഒഴിയുകയാണ്. ഒരു വശത്ത് കോടതിയും മറുവശത്ത് ദേവസ്വം ബോർഡ് നിൽക്കുമ്പോൾ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം. താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, എന്നെ മാറ്റി എൻ്റെ മകനെ വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. താഴമൺ തന്ത്രി കുടുംബം പിതൃസ്ഥാനീയർ മാത്രമാണ്, അല്ലാതെ പിതാവല്ലെന്ന് BJP ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണനും നിലപാട് വ്യക്തമാക്കി. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബം ക്ഷേത്രത്തിലെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ താന്ത്രിക സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ തന്ത്രി കുടുംബത്തിൽപ്പെട്ട 2 പേരെ, ഒരാൾ വേശ്യപുരയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു, വേറൊരാൾ വ്യാജരേഖ ചമച്ച് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി അത് കൊള്ള നടത്തിയ 2 കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ട് ഇപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുകയാണ്. തന്ത്രസംശയമാണല്ലോ ആധികാരികമായ ഗ്രന്ഥം. തന്ത്രസംശയത്തിൽ പറയുന്നുണ്ട് മാറ്റാമെന്ന്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശബരിമല ക്ഷേത്രം താഴമൺ കുടുംബം വരുന്നതിന് മുൻപേ ഉണ്ട്. അപ്പോൾ അന്നുണ്ടായിരുന്ന തന്ത്രിക്ക് പകരമാണല്ലോ ഈ തന്ത്രിയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ തന്ത്രിയെ മാറ്റാമെന്നുള്ളതിൻ്റെ നല്ല തെളിവല്ലേ? കർണാടക ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു വിധി വന്നതിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, the person should be legitimate. Second, the person should be competent. ഇദ്ദേഹത്തിൻ്റെ മകൻ ലെജിറ്റിമേറ്റും കോമ്പീറ്റൻറ്റും ആണെന്ന് നമ്മളെങ്ങനെ അറിയും? തന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി ആ സ്ഥാനം മകൻ ബ്രഹ്മദത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. അനാരോഗ്യം മൂലം തന്ത്രിസ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അമൃത ന്യൂസ്, കൊച്ചി. സംഘടനാ തലത്തിൽ ദുർബലമെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. വീഴ്ചകൾ പരിഹരിക്കാൻ പ്രാദേശിക തലത്തിൽ ക്ലാസുകൾ സജീവമാക്കാൻ നിർദ്ദേശം. കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെ 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ തെറ്റ് തിരുത്തൽ നടപടികൾക്കും ശുപാർശയുണ്ട്. നേതൃമാറ്റം ഉണ്ടാകില്ല, പകരം സംസ്ഥാന സെക്രട്ടറി സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് CPM കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂട്ടുത്തരവാദിത്വമെന്നായിരുന്നു സംസ്ഥാന ഘടകം തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉയർന്ന പരാതികൾക്ക് നേരെ മുഖം തിരിച്ചതും നേതാക്കളുടെ പ്രതികരണത്തിലെ ധാർഷ്ട്യവുമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് ചില നേതാക്കൾ തുറന്നടിച്ചു. സംഘടനയ്ക്കുള്ളിൽ ആഴത്തിലുള്ള തിരുത്തലും ശൈലീമാറ്റവും അനിവാര്യമാണെന്ന് ചർച്ച നടന്നെങ്കിലും നേതൃമാറ്റം സംബന്ധിച്ച് നിലവിൽ ചർച്ച നടന്നില്ല. പകരം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്ന് കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെ 6 ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്കെതിരെ തെറ്റുതിരുത്തൽ നടപടികൾക്കും ശുപാർശ ചെയ്തു. നടപടികൾ മേൽഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം. സ്ഥാനമോഹികളെ കണ്ടെത്തി നീക്കം ചെയ്യാനും പ്രവർത്തകരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ നേതാക്കൾ നേരിട്ടിറങ്ങണമെന്നും തീരുമാനിച്ചു. നിലവിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണങ്ങളിൽ ജനറൽ സെക്രട്ടറി MA ബേബി പരോക്ഷമായ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. G. സുധാകരനെതിരെ വീണ്ടും CPM. അമ്പലപ്പുഴ തോട്ടപ്പള്ളിയിൽ സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി CPM പ്രവർത്തകർ. പാടശേഖര സമിതിയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ സുധാകരൻ CPM വിമർശനം ഉന്നയിച്ചപ്പോഴാണ് സദസ്സിലുണ്ടായിരുന്ന ചില CPM പ്രവർത്തകർ എതിർപ്പറിയിച്ചത്. MLA ഓഫീസിലേക്ക് CPM സംഘടിപ്പിച്ച മാർച്ചിനെതിരെ സുധാകരൻ പൊതുവേദിയിൽ പ്രസംഗിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാടശേഖര സമിതിയുടെ പരിപാടിയിലെ പ്രതിഷേധം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി G. സുധാകരനും CPM പ്രവർത്തകരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ തുടരുകയാണ്. MLA എന്ന നിലയിൽ സുധാകരൻ പങ്കെടുക്കുന്ന പരിപാടികളിൽ CPM-നെ അധിക്ഷേപിക്കുന്നത് തുടർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ CPM നൽകിയ മുന്നറിയിപ്പ് G. സുധാകരൻ ഗൗനിച്ചിട്ടില്ല. വീണ്ടും ശക്തമായി രാഷ്ട്രീയ വിമർശനം തുടർന്നതോടെയാണ് പ്രസംഗം തടസ്സപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്.
CPM നേതാക്കൾ വയോജന പാഠശാലയിൽ പോയി വിദ്യാഭ്യാസം നേടണമെന്നും ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിക്കണമെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു. അതേസമയം ക്ഷമിക്കുന്നതിന് പരിധിയുണ്ടെന്നും ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുമാണ് ജി സുധാകരന് CPM ജില്ലാ സെക്രട്ടറി R നാസർ കഴിഞ്ഞ ദിവസം നൽകിയ മുന്നറിയിപ്പ്. സുധാകരനോടുള്ള അവധാനതയോടെയുള്ള പ്രതികരണം ദൗർബല്യമായി കാണരുതെന്നും CPM നേതാക്കൾ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ CPM നൽകിയ താക്കീത് സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. 6 പതിറ്റാണ്ടിന് മുകളിൽ CPMൽ പ്രവർത്തിച്ച ശേഷം പാർട്ടി വിട്ട മുതിർന്ന നേതാവിനെതിരെ പുതിയ നേതൃത്വം പോരിനിറങ്ങുമ്പോൾ ആലപ്പുഴയിലെ ഈ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ സങ്കീർണമാവുകയാണ്. ജി സുധാകരൻ CPM പോര് ആളിക്കത്തുമ്പോൾ ഇനി കേന്ദ്ര സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എന്താകുമെന്നാണ് കണ്ടറിയേണ്ടത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഒമാനിൽ വൻ ലഹരിക്കടത്ത് ശൃംഖല തകർത്തതായി റോയൽ ഒമാൻ പോലീസ്. റോയൽ ഒമാൻ പോലീസിന്റെ അൽ ബുറൈമി ഗവർണറേറ്റ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ലഹരിക്കടത്തിലും വിതരണത്തിലും ഏർപ്പെട്ടിരുന്ന സംഘത്തെ പിടികൂടിയത്. സംഘത്തിൽ നിന്ന് 25 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് പിടിച്ചെടുത്തതായും ലഹരി വസ്തുക്കൾ കടത്താനും വിതരണം ചെയ്യാനുമുള്ള ശൃംഖലയെക്കുറിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ലഹരിക്കടത്തിനെതിരെ രാജ്യവ്യാപകമായി കർശന നടപടി തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി. വേനലവധിക്ക് നാട്ടിലേക്ക് പോകുന്ന വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പുമായി ദുബായ് മുനിസിപ്പാലിറ്റി. പൊതുസ്ഥലങ്ങളിലും പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിലും ദീർഘനാൾ വാഹനങ്ങൾ ഉപേക്ഷിച്ചാൽ കനത്ത പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു. പരിപാലിക്കാതെ പൊതുസ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് 500 ദിർഹം പിഴ ചുമത്തും. കൂടാതെ വാഹനം അൽ അവിറിലെ മുനിസിപ്പാലിറ്റി യാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ചെലവും പാർക്കിംഗ് ഫീസും ഉടമ തന്നെ വഹിക്കണം. അശ്രദ്ധമായി കിടക്കുന്ന വാഹനം ശ്രദ്ധയിൽപ്പെട്ടാൽ 3 മുതൽ 15 ദിവസം വരെ സമയം നൽകിക്കൊണ്ട് ഉടമയ്ക്ക് RTA വഴി മൊബൈലിൽ SMS മുന്നറിയിപ്പ് ലഭിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ വാഹനം മാറ്റുകയോ വൃത്തിയാക്കുകയോ ചെയ്തില്ലെങ്കിൽ അധികൃതർ വാഹനം പിടിച്ചെടുത്ത് യാർഡിലേക്ക് മാറ്റുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകി. സ്മാർട്ട് ഗതാഗത സംവിധാനങ്ങളിലേക്ക് ഒരു പടി കൂടി മുന്നേറിയ അബുദാബി. സ്വയം നിയന്ത്രിത വാഹനങ്ങൾക്കായി പ്രത്യേക ലൈസൻസ് പ്ലേറ്റുകൾ അവതരിപ്പിച്ചാണ് അബുദാബി മൊബിലിറ്റി ഈ പുതിയ ചരിത്രം കുറിച്ചത്. ഈ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഓട്ടോണോമസ് വാഹനങ്ങളെ മറ്റ് വാഹനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനും അവയുടെ പ്രവർത്തനം കൃത്യമായി നിരീക്ഷിക്കാനും ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിക്കും. പരീക്ഷണഘട്ടം മുതൽ പൊതുഗതാഗത സംവിധാനത്തിലേക്കുള്ള വിന്യാസം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമായ നിയന്ത്രണവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കുക എന്നതാണ് പുതിയ സംവിധാനത്തിലൂടെ അബുദാബി മൊബിലിറ്റി ലക്ഷ്യം വെക്കുന്നത്. സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ പരീക്ഷണത്തിനും വിന്യാസത്തിനും ആവശ്യമായ നിയന്ത്രണ അന്തരീക്ഷം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കും. സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ വ്യാപക ഉപയോഗത്തിനും സ്മാർട്ട് ഗതാഗത സംവിധാനങ്ങളുടെ വികസനത്തിനും വഴിയൊരുക്കുന്ന നിർണായക ചുവടുവെപ്പാണ് പുതിയ ലൈസൻസ് പ്ലേറ്റുകളെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു. അബുദാബിയിലെ സായിദ് മിലിറ്ററി സിറ്റിയിലെ ഒരു വെയർഹൌസിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പഴയ മരവസ്തുക്കളും ഉപയോഗശൂന്യമായ വെടിക്കോപ്പുകളും കത്തി നശിച്ചതിനെ തുടർന്നാണ് വെയർഹൌസിൽ തീപിടുത്തമുണ്ടായതെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സായുധ സേനയുടെ അഗ്നിശമന വിഭാഗം അതിവേഗം തന്നെ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ എന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പ്രതിരോധ മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ 10 ദിനാറിന് മുകളിലുള്ള ഇടപാടുകൾ പണമായി സ്വീകരിക്കുന്നതിന് നിരോധനം. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതുപ്രകാരം 10 ദിനാറിൽ കൂടുതലുള്ള എല്ലാ പണ ഇടപാടുകളും ബാങ്ക് കാർഡ്, കേനെറ്റ് അല്ലെങ്കിൽ മറ്റ് അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ വഴി മാത്രമായിരിക്കണം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ, മെഡിക്കൽ സെന്ററുകൾ, പോളി ക്ലിനിക്കുകൾ, മറ്റ് ആരോഗ്യ സേവന സ്ഥാപനങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ നിർദ്ദേശം ബാധകമായിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുക, നികുതി സാമ്പത്തിക നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുക, കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ തടയുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക മുതലായ ലക്ഷ്യമാക്കിയാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ വെൽനസ് ആൻഡ് ഫ്ലേവേഴ്സ് എന്ന പ്രമേയത്തിൽ വിപുലമായ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആരോഗ്യപൂർണമായ ജീവിതശൈലി പകർന്നേകിയ യോഗ സെഷനുകൾ, വെൽനസ് ക്ലാസുകൾ എന്നിവയോടൊപ്പം നാവിൽ കൊതിയൂറുന്ന മാംഗോ ഫെസ്റ്റിവലും പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ വെൽനസ് ആൻഡ് ഫ്ലവേഴ്സ് എന്ന പ്രമേയത്തിൽ ജിദ്ദ പാർക്ക് ഹയാത്ത് ഹോട്ടലിൽ നടന്ന മേള വിവിധ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. രാജ്യാന്തര യോഗ ദിനാചരണത്തെയും ഇന്ത്യയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മാംഗോ ട്രെയിലിനെയും ഒരൊറ്റ വേദിയിൽ അണിനിരത്തിയാണ് മേള ഒരുക്കിയത്. ഇന്ത്യയിൽ ഉത്ഭവിച്ച യോഗ ഇന്ന് ലോകം ഏറ്റെടുത്തതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. Friends,
the International Day of Yoga is celebrated across the world every year as a reminder of the importance of balance in our lives. Yoga, which originated in India, has today become a universal practice embraced by people across nationalities, cultures and age groups. പരിപാടി യോഗ ക്ലാസും യോഗയുമായി ബന്ധപ്പെട്ട പ്രദർശനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക വീഡിയോ സന്ദേശവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. സൗദിയിലെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇന്ത്യൻ സമൂഹത്തിലെ പ്രമുഖർ, മാധ്യമപ്രവർത്തകർ, വിവിധ രാജ്യങ്ങളുടെ കോൺസുൽ ജനറൽമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൻ്റെ ഭാഗമായി. മേളയുടെ ഭാഗമായി അതുല്യ അബീഷ് അവതരിപ്പിച്ച നാട്യയോഗ കാണികൾക്ക് ദൃശ്യവിരുന്നായി. സുൽഫിഖുറദായി, അമൃത ന്യൂസ്, ജിദ്ദ. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ. നാളെ രാവിലെ 11 മണിക്ക് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതി ഉത്തരവ് നൽകി. ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൗകര്യമൊരുക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരാൾ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കോടതി ഉത്തരവിന് പിന്നാലെ 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലായതിനാൽ അന്ന് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ചടങ്ങിൽ മിനിമം ഉദ്യോഗസ്ഥരെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്ന് നിർദ്ദേശിച്ച കോടതി അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകർക്ക് ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് കൈമാറും. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് MR അജിത് കുമാർ അട്ടിമറിച്ചു എന്നാണ് റിപ്പോർട്ട്. അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് നിർണായകമാണ്. DGP സ്ഥാനക്കയറ്റ പട്ടികയിൽ ഇടം നേടാനിരിക്കെയാണ് MR അജിത് കുമാറിനെതിരെ നടപടി വരുന്നത്. നവകേരള യാത്ര നടക്കവേ ആലപ്പുഴയിൽ വെച്ച് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം അന്ന് കേസെടുത്തിരുന്നു. എന്നാൽ ആ കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാർ ഇടപെട്ടിരുന്നു എന്നാണ് പിന്നീട് SIT സംഘത്തോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി MR അജിത് കുമാർ റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. ഗുരുതര കുറ്റകൃത്യമാണ് അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടി SIT ആഴ്ചകൾക്ക് മുമ്പ് DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാർ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഏത് സർക്കാർ ഭരിച്ചാലും MR അജിത് കുമാറിന് സുരക്ഷയൊരുക്കുമെന്ന വിമർശനമാണ് ആഭ്യന്തര വകുപ്പ് നേരിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത സുപ്രധാന തീരുമാനമായിരുന്നു പുനരന്വേഷണം. റിപ്പോർട്ട് വന്നിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ വിമർശനം ശക്തമായതോടെയാണ് നിയമോപദേശം തേടിയ ശേഷം DGP റിപ്പോർട്ട് കൈമാറുന്നത്. അതേസമയം ഫയർഫോഴ്സ് മേധാവി DGP നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കുമ്പോൾ DGP പദവിയിലേക്ക് MR അജിത് കുമാർ പരിഗണിക്കപ്പെടും. എന്നാൽ രക്ഷാപ്രവർത്തന കേസിൽ നടപടിയുണ്ടായാൽ സ്ഥാനക്കയറ്റം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം സസ്പെൻഷൻ ഉണ്ടായാൽ ഹൈക്കോടതിയെ സമീപിച്ച് അജിത് കുമാർ സ്റ്റേ വാങ്ങിയാൽ അത് സർക്കാരിന് തിരിച്ചടിയുമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആദ്യമായി ലോർഡ്സിൽ നടന്ന വനിതാ ടെസ്റ്റ് ഇന്ത്യക്ക് ചരിത്ര വിജയം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിലാണ് ഇന്ത്യക്ക് തകർപ്പൻ ജയമുണ്ടായിരിക്കുന്നത്. 270 റൺസിനാണ് ഇംഗ്ലീഷ് പടയെ തോൽപ്പിച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ തിളങ്ങിയാണ് ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ വനിതകളുടെ നേട്ടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. ക്രിക്കറ്റിന്റെ മക്കയെന്നറിയപ്പെടുന്ന ലണ്ടനിലെ ലോർഡ്സ് മൈതാനത്തെ ആദ്യ വനിതാ ടെസ്റ്റ് മത്സരത്തിൽ ബൗളിംഗിലും ബാറ്റിംഗിലും ഇന്ത്യയുടെ തേരോട്ടമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയമായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ 457 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ നാലാം ദിനത്തിലെ ആദ്യ സെഷനിൽ തന്നെ 62.5 ഓവറിൽ 186 റൺസിന് ഇന്ത്യ ചുരുട്ടിക്കെട്ടി. 6 വിക്കറ്റിന് 130 റൺസ് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 56 റൺസ് കൂടിയേ നേടാൻ കഴിഞ്ഞുള്ളൂ. 80 പന്തിൽ 54 റൺസ് എടുത്ത ആമി ജോൺസണാണ് ഇംഗ്ലണ്ട് നിരയിലെ ടോപ്പ് സ്കോറർ. സോഫി എക്സ്ലസ്റ്റോൺ അർദ്ധ സെഞ്ചുറി നേടി. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 285 റൺസിന് പുറത്തായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 170-ന് പുറത്തായി. ഇതോടെ ഇന്ത്യക്ക് 115 റൺസിന്റെ ലീഡായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 341 റൺസിന് 7 എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. യസിക ഭാട്ടിയുടെ സെഞ്ചുറിയും സ്മൃതി മന്ദാനയുടെയും റിച്ച ഘോഷിന്റെയും അർദ്ധ സെഞ്ചുറിയുമാണ് ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ കരുത്തായത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയുടെ ബൗളിംഗ് കരുത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇംഗ്ലണ്ടിന് ആയില്ല. 186 റൺസിൽ ഇംഗ്ലീഷുകാരെ ഇന്ത്യ ചുരുട്ടിക്കെട്ടി. 7 വിക്കറ്റ് നേടിയ ക്രാന്തി ഗൌഡും 6 വിക്കറ്റ് നേടിയ സ്നേഹ് റാണയും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. ഇതിനിടയിൽ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റിന്റെ ഇതിഹാസ താരം ഹീദർ നൈറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു.
ലോർഡ്സിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റിന് ശേഷമാണ് 16 വർഷം നീണ്ട തന്റെ കരിയറിന് താരം വിരാമമിട്ടത്. മത്സരശേഷം ഇന്ത്യൻ വനിതാ ടീം ഹീദർ നൈറ്റിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചതും ശ്രദ്ധേയമായി. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ ഗ്ലാമർ സെമി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. യൂറോപ്പിലെ 2 വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ ആവേശമാകും. നാളെ രാത്രി 12:30 മുതലാണ് മത്സരം. ലോകകപ്പിൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ആദ്യ സെമി. എന്നാൽ നിലവിലെ ഫോം വിലയിരുത്തുമ്പോൾ മുൻതൂക്കം ഫ്രാൻസിന് തന്നെയാണ്. അതേസമയം മുൻ കണക്കുകൾ നോക്കിയാൽ സ്പെയിനിനെ തള്ളിക്കളയാൻ കഴിയില്ല. യൂറോപ്പിലെ വമ്പന്മാരായ സ്പെയിനും ഫ്രാൻസും നേർക്കുനേർ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം കണ്ടത് ആവേശ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. ഡാളസിലെ ആദ്യ സെമിയിൽ സൂപ്പർ താരം എംബാപ്പയുടെയും ഉസ്മാൻ ഡെംബെലയുടെയും മിന്നുന്ന ഫോമാണ് ഫ്രാൻസിന് കരുത്താകുന്നത്. എംബാപ്പെ 8 ഗോളും 3 അസിസ്റ്റും നേടി നിലവിൽ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ തലപ്പത്താണ്. ഉസ്മാൻ ഡെംബെലെ 5 ഗോളും 2 അസിസ്റ്റുമാണ് നേടിയത്. ഈ രണ്ടുപേരുടെയും ഫോമിലാണ് ഫ്രാൻസിന്റെ കുതിപ്പ്. എന്നാൽ സ്പെയിന്റെ മൈക്കൽ ഒയാർ സബാലയും മൈക്കൽ മെറീനോയുമാണ് സ്പാനിഷ് നിരയിലെ ഗോൾ വേട്ടക്കാർ. ഫ്രാൻസിന്റെ ഫൈനൽ ബർത്തിനായി കോച്ച് ദിദിയർ ദഷാമും ശിഷ്യരും തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ആ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കാൻ സ്പെയിൻ കോച്ച് ലൂയിസ് ഡെ ലാഫെൻഡയുടെയും നേതൃത്വത്തിൽ മാസ്റ്റർ പ്ലാൻ സ്പാനിഷ് കോട്ടയിൽ തയ്യാറായി കഴിഞ്ഞു. നേട്ടങ്ങളിൽ ചരിത്ര പുസ്തകം നോക്കിയാൽ ക്ഷീണം ഫ്രാൻസിനാണ്. 38 തവണ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 18 ജയങ്ങളുടെ മേൽക്കൈ സ്പെയിനിന് തന്നെയാണ്. 13 ജയങ്ങൾ ഫ്രാൻസ് നേടിയപ്പോൾ 7 കളികൾ സമനിലയിൽ പിരിഞ്ഞു. ഇത്തവണ ക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ 2-1 സ്പാനിഷ് ടീം ജയിച്ചു വന്നത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു മൊറോക്കയെ തകർത്ത് ഫ്രാൻസ് സെമിയിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചത്. 2018 കിരീടം നേടിയ ഫ്രാൻസ് 2022 റണ്ണേഴ്സപ്പ് ആയിരുന്നു. ലോകകപ്പിൽ ഇരുവരും മത്സരിച്ചത് ഇതുവരെ ഒരു തവണ മാത്രമാണ്. 2006 അന്ന് ഫ്രാൻസ് 3-1 സ്പെയിനിനെ തോൽപ്പിച്ചത്. ഇത്തവണ ഇതുവരെ 3 നോക്കൌട്ട് മത്സരത്തിലും ഗോൾ വഴങ്ങാതെയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. അതേസമയം മുന്നേറ്റത്തിനൊപ്പം ശക്തമായ പ്രതിരോധവുമാണ് സ്പെയിനിന്റെ ശക്തി. എന്തായാലും തുല്യശക്തികളെന്ന് വിശേഷിപ്പിക്കുന്ന 2 യൂറോപ്യൻ ചേരികൾ സെമിയിൽ കൊമ്പുകോർക്കുമ്പോൾ ആരാധകർക്ക് ടെൻഷൻ തന്നെയാണ്. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.